എല്ലാ കൂട്ടുകാർക്കും ടാർഗറ്റ് യുവർ എയിമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. GK ക്യൂസ് എപ്പിസോഡ് 2. മാൻഡിലിന് താഴെ ശിലകൾ അർദ്ധ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭൂമിയുടെ ഭാഗമാണ് അസ്തനോസ്ഫിയർ. അടുത്തടുത്ത് രണ്ട് രേഖാംശങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? 4 മിനിറ്റ്. ഭൂമിയുടെ സംരക്ഷണ കവചം എന്നറിയപ്പെടുന്ന ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ്? സ്ട്രാറ്റോസ്ഫിയർ. റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന തെർമോസ്ഫിയറിന്റെ ഭാഗമായ അന്തരീക്ഷ പാളി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അയണോസ്ഫിയർ. അമേരിക്കയിൽ വൻ ശക്തിയോടെ വീശുന്ന നശീകരണ സ്വഭാവമുള്ള ചക്രവാതം ഏതാണ്? ടൊർണാഡോ. സഹാറ മരുഭൂമിയിൽ കാണപ്പെടുന്നത് എവിടെയാണ്? നോർത്ത് ആഫ്രിക്ക. തുടർച്ചയായി മഴ പെയ്യിക്കുന്നതും അന്തരീക്ഷത്തിൽ ഏറ്റവും താഴെയായി രൂപം കൊള്ളുന്നതുമായ മേഘങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നിംബസ്. പഞ്ഞിക്കെട്ടുകൾ പോലെയും കോളിഫ്ലവർ ആകൃതിയിലും ആകാശത്ത് വ്യാപിച്ചു കിടക്കുന്ന മേഘങ്ങൾക്ക് പറയുന്ന പേരെന്ത്? ക്യുമുലസ്. ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വത നിര ഏത്? കാക്കസസ്. ബർമുഡ ദ്വീപുകൾ ഏത് സമുദ്രത്തിലാണ് കാണപ്പെടുന്നത്? ആർട്ടിക്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം ഏത്? ഏഷ്യ. ലോകത്തിൽ ഏറ്റവും അധികം വനഭൂമിയുള്ള രാജ്യം ഏതാണ്? കാനഡ. കലാലിറ്റ് നുനൈത്ത് എന്നത് ഏത് യൂറോപ്യൻ രാജ്യത്തിന്റെ പ്രാദേശിക നാമമാണ്? ഗ്രീൻലാൻഡ്. ലോകത്തിന്റെ നിയമ തലസ്ഥാനം എന്നറിയപ്പെടുന്ന യൂറോപ്യൻ രാജ്യം ഏതാണ്? നെതർലാൻഡ്. ഏറ്റവും അവസാനമായി രൂപമെടുത്ത ആഫ്രിക്കൻ രാജ്യം ഏതാണ്? ദക്ഷിണ സുഡാൻ. അമേരിക്കയിൽ ഏറ്റവും അധികം കാലം പ്രസിഡന്റായ വ്യക്തി ആരാണ്? ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്. വടക്കേ അമേരിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? മിസോറി. അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? വിൽസൺ മാസിഫ്. ഡാന്യൂബ് നദി പതിക്കുന്നത് ഏത് കടലിലാണ്? കരിങ്കടൽ. പസഫിക്കിനെയും ആർട്ടിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കടലിടുക്ക് ഏതാണ്? ബോറിംഗ്.